ഭൂട്ടാൻ വാഹന തട്ടിപ്പിൽ ECIR രജിസ്റ്റർ ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വാഹന തട്ടിപ്പിന്റെ മറവിൽ കള്ളപ്പണ ഇടപാട് നടന്നതാണ് EDയുടെ പ്രാഥമിക കണ്ടെത്തൽ. ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായി കൊച്ചിയിൽ പിടിച്ച ഫസ്റ്റ് ഓണർ വാഹനം മലയാളിയുടേതെന്നാണ് സംശയം. അസം സ്വദേശി മാഹിൻ അൻസാരി എന്നായിരുന്നു RC ബുക്കിലെ മേൽവിലാസം. എന്നാൽ എഞ്ചിൻ നമ്പർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ വാഹനത്തിന്റെ മേൽവിലാസം മൂവാറ്റുപുഴക്കാരൻ്റെതാണെന്ന് കണ്ടെത്തി. ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായി ചെക്ക് പോസ്റ്റുകളിലും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, കസ്റ്റംസിൻ്റെ റെയ്ഡിന് പിന്നാലെയാണ് മറ്റ് കേന്ദ്ര ഏജൻസികൾ EDയും NIAയും GST വകുപ്പും ഈ വാഹന തട്ടിപ്പ് കേസ് അന്വേഷിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതിൽ EDയുടെ ഭാഗത്തുനിന്ന് ആദ്യ നടപടി ഉണ്ടായിരിക്കുന്നു. ECR രജിസ്റ്റർ ചെയ്യാനൊരുങ്ങുന്നു. വ്യാപകമായിട്ടുള്ള കള്ളപ്പണ ഇടപാട് നടന്നതായി പറയുന്നുണ്ടല്ലോ. അത് എങ്ങനെയാണ് അതിൻ്റെ ഈ വാഹനം വാങ്ങിയതിൽ, വിൽപ്പന നടത്തിയതൊക്കെ വ്യാപകമായിട്ടുള്ള കള്ളപ്പണം ഇടപാട് നടന്നതാണോ കണ്ടെത്തൽ? ടോം, ഏതാണ്ട് ആ രീതിയിലുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് അന്വേഷണ സംഘം ചെല്ലുന്നത്. പ്രത്യേകിച്ച് GST വിഭാഗവും അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും എല്ലാം ഇതേ ഒരു നിലപാടിലേക്ക് തന്നെയാണ് പോകുന്നത്. വലിയ രീതിയിലുള്ളൊരു കച്ചവടം ഈ രംഗത്ത് നടന്നിട്ടുണ്ട്. വലിയ രീതിയിൽ ഈ പഴയ വാഹനങ്ങൾ ഇവിടേക്ക് എത്തിക്കുകയും അതോടൊപ്പം തന്നെ അത് വിൽപ്പന നടത്തുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നികുതി വെട്ടിപ്പും ഒപ്പം തന്നെ കൃത്രിമ രേഖകൾ ഉണ്ടാക്കിയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇതുവരെയുള്ള അവരുടെ പരിശോധനയിലെല്ലാം തന്നെ വ്യക്തമാകുന്നത്. മുഴുവൻ ഇടപാടുകളും ആ രീതിയിലെന്ന് പറയുന്നില്ല, പക്ഷേ വളരെയധികം ഇടപാടുകൾ ഈ രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട്. ഒപ്പം വലിയ വില കിട്ടുന്ന വാഹനങ്ങൾ അതിൻ്റെ വില കുറച്ചു കാണിച്ച് എല്ലാം തന്നെയാണ് കച്ചവടം നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന പണമെല്ലാം തന്നെയും ബനാമി ഇടപാടുകളും അതോടൊപ്പം തന്നെ കള്ളപ്പണവും എല്ലാം തന്നെ ഈ കച്ചവടത്തിന് കൂട്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ കാണുന്നത്. കേരളം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വലിയ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിൽ കൂടുതൽ മുന്നോട്ട് പോക്ക് ഉണ്ടാകേണ്ടതുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൂടി ഇതിൻ്റെ ഇടപാടുകൾ പരിശോധിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് കച്ചവടം നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഓണർഷിപ്പുള്ള നിരവധി പേരുടെ വിവരങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങൾ ശേഖരിക്കുകയാണ്. ഒപ്പം കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ സംശയമുള്ള സാഹചര്യത്തിൽ വന്നിരിക്കുന്ന ഈ വാഹനങ്ങളുടെ വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. ഇവരോട് ഇതിൻ്റെ വിശദാംശങ്ങൾ ഹാജരാക്കാൻ, എങ്ങനെയാണ് നിങ്ങളിത് സ്വായത്തമാക്കിയത്, ഇതിൻ്റെ ഇടപാടുകൾ എങ്ങനെയായിരുന്നു, എത്ര രൂപയാണ് നിങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടുള്ളത്, ആ ഒരു ട്രാൻസാക്ഷൻ ഏത് രീതിയിലുള്ളതായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളുടെ ഒരു വിശദാംശങ്ങളാണ് ചോദിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും മോട്ടോർ വാഹന വകുപ്പിൻ്റെ കയ്യിലില്ല എന്ന ഒരു വസ്തുതയും കൂടിയുമുണ്ട്. അപ്പോൾ ഇതിൽ സംശയിക്കുന്ന സാഹചര്യത്തിൽ പല രീതിയിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നതാണ് ഈ അന്വേഷണ ഏജൻസികൾ പ്രാഥമികമായി വിലയിരുത്തുന്നത്. അവർ ആ രീതിയിലേക്കുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഒരു വാഹനം, ഈ ഫസ്റ്റ് ഓണർഷിപ്പിൽ തന്നെ ഒരു വാഹനം ഇവിടെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിൽ കണ്ടിരുന്നത് ഈ അരുണാചൽ രജിസ്ട്രേഷൻ സംബന്ധിയായ കാര്യങ്ങളാണ് അതിലുണ്ടായിരുന്നത്. അസം സ്വദേശിയാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഓണർഷിപ്പായിട്ട് RC ബുക്കിൽ കാണിച്ചിരുന്നത്. ഈ മൊഹിൻ അൻസാരി സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം ഒരു ദിവസം കൊണ്ട് തന്നെ അവർക്ക് അന്വേഷണത്തിൽ അത് സംഘത്തിന് ബോധ്യമായിരിക്കുന്നത് ഇങ്ങനെയൊരു മേൽവിലാസത്തിൽ ഇങ്ങനെയൊരാളില്ല എന്നത് തന്നെയാണ്. അപ്പോൾ ഇത് ആരാണ് എന്നതറിയാൻ പിന്നീട് ഇതിൻ്റെ എൻജിൻ നമ്പറും അടക്കമുള്ള ചേസ് നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയിലേക്ക് പോയിരുന്നു. അതിൽ വ്യക്തമായത് മൂവാറ്റുപുഴ സ്വദേശിയുടേതാണ് ഇത് കാറ് എന്നതാണ് മനസ്സിലായിരിക്കുന്നത്. ഇയാൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇവിടേക്ക് കൊണ്ടുവരികയും, അതായത് ഈ ഗ്യാരേജിലേക്ക് കൊണ്ടുവരികയും അതിൻ്റെ നിറം മാറ്റാനാണ് പറഞ്ഞിരുന്നത്. ഇത് ഒരു സംശയത്തിനുള്ളൊരു ഇട കൂടി നൽകുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഇയാൾ വളരെ തിടുക്കപ്പെട്ട ഈ വാഹനം നിറം മാറ്റാനടക്കം ഇവിടേക്ക് കൊണ്ടുവരുന്നത്, ഇതിൻ്റെ ഒരു ഓൾട്ടറേഷൻ വർക്കെല്ലാം തന്നെ ചെയ്യുകയും ചെയ്യുന്നത് എന്നൊരു സംശയത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇയാളോട് കസ്റ്റംസ് ഓഫീസിലേക്ക് ഹാജരാകാനുള്ളൊരു നിർദ്ദേശം ഉടൻ നൽകുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ സംശയിക്കുന്നൊരു സാഹചര്യം ഇത് രണ്ടും ഒരാൾ അല്ല എന്ന് വ്യക്തമായിട്ടു. അപ്പോൾ എന്തിനാണ് ഈ അസം സ്വദേശിയുടെ മേൽവിലാസം ഇതിൽ നൽകിയിരിക്കുന്നത് എന്നതാണ് അറിയേണ്ടത്. അത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇടപാടുകൾ മറക്കുന്നതിന് വേണ്ടിയാണോ എന്നത് ചോദിച്ചറിയേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ അന്വേഷണവും അതോടൊപ്പം തന്നെ പരിശോധനകളും തുടരുന്ന സമയത്ത് തന്നെയാണ് ഈ വാഹനം അതിന്റെ രൂപഭംഗി മാറ്റുന്നതിന് വേണ്ടിയെല്ലാം തന്നെ വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള റെയ്ഡ് പൂർത്തിയായിട്ടുണ്ടോ? ഇന്നലെ തിരുവനന്തപുരം സ്വദേശിനിയായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ശില്പയുടെ ആഡംബര വാഹനവും
പിടിച്ചെടുത്തിരുന്നു. ശില്പയ്ക്ക് ഇതേക്കുറിച്ച് അറിവില്ല, ഈ തട്ടിപ്പിനെ കുറിച്ച് യാതൊരു അറിവുമില്ല. ഇത് അറിയാതെ അവർ യഥാർത്ഥത്തിൽ പെട്ടുപോയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടൊപ്പം അമിത് ചക്കാലക്കൽ, ദുൽഖർ സൽമാൻ ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഈ വാഹനങ്ങളുടെ രേഖകൾ ഹാജരാക്കാൻ. എന്താണ് കസ്റ്റംസിന്റെ മറ്റ് തുടർ നടപടികൾ? ഏറ്റവും 10 ദിവസത്തിനകം ഇതിന്റെ വിശദാംശങ്ങൾ സമർപ്പിക്കാനാണ് കസ്റ്റംസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമിത് ചക്കാലക്കൽ അടക്കമുള്ളവർക്കും ഇതേ രീതിയിൽ തന്നെ ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ് എല്ലാവർക്കും ഈ സ്വഭാവത്തിലുള്ള നോട്ടീസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ കസ്റ്റംസിൽ നൽകേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം അമിത് ചക്കാലക്കൽ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇതിന്റെ വിശദാംശങ്ങൾ ഇതിന് തൊട്ട് മുൻപുള്ള 1-2 ആളുകളുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കാൻ കഴിയും. പക്ഷേ അതിന് മുൻപ് ഇത് ആരുടെ പക്കലാണ്, എങ്ങനെയാണ്, ഫസ്റ്റ് ഓണർഷിപ്പ് ആരാണ് എന്നതെല്ലാം തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അത് സാങ്കേതിക പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്. മോട്ടോർ വാഹന വകുപ്പ് തന്നെ ഇതിനെല്ലാം സഹായിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇത് സമാന പ്രതിസന്ധി മറ്റുള്ളവരും നേരിടുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ഒരു വാഹനം പിടിച്ചെടുത്തത് പറഞ്ഞ 92-ൽ പുറത്തിറങ്ങിയതാണ്. 2012-ലാണ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തത്. നേരത്തെ ഒരു അസം സ്വദേശിയുടെ വാഹനം പറഞ്ഞത്. ഈ രീതിയിലുള്ള കുരുക്കുകൾ എല്ലാവരുടെ കേസുകളിലും എല്ലാം തന്നെയുണ്ട്. പക്ഷേ അതുകൊണ്ട് ഇതിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. ഇതിന് നിയമപ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് കഴിയുകയില്ല. ഇപ്പോൾ കസ്റ്റംസ് ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ രീതിയിൽ രൂപമാറ്റം വരുത്തുന്ന വണ്ടികൾ ഇത് സംസ്ഥാനം വിടാനുള്ള സാഹചര്യം, കാരണം ഇവിടെയാണ് കുറേ കൂടി വലിയ രീതിയിൽ പരിശോധന നടക്കുന്നത്. സംസ്ഥാനം വിടാനുള്ള സാഹചര്യങ്ങളെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിലുള്ള പരിശോധനകൾ നടത്താനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും പരിശോധനകളെല്ലാം മുന്നോട്ട് പോവുകയാണ്. വരുന്ന 10 ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നിർണായകമായ രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. കൂടുതൽ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് നോട്ടീസ് നൽകലും ചോദ്യം ചെയ്യലുമെല്ലാം ഇതോടനുബന്ധിച്ചുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ടോം. ഡാനി, ഏകദേശം 1000-ഓളം വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്നും ഈ രീതിയിൽ നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. അതിൽ 200-ഓളം വാഹനങ്ങൾ കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിലവിൽ കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ കേരളത്തിൽ എത്തിച്ച എത്ര വാഹനങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്? യെസ്, ആ രീതിയിലുള്ള നീക്കങ്ങളാണ് കസ്റ്റംസിൻ്റെ ഭാഗത്തുനിന്നും. വരും ദിവസങ്ങൾ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും. ഈ മറ്റു വാഹന ഉടമകളോട് 10 ദിവസത്തിനകം രേഖകൾ ഹാജരാക്കാനുള്ള നിർദ്ദേശം കസ്റ്റംസ് നൽകിയിട്ടുണ്ട്. അതിനിടെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും NIA-യും GST വകുപ്പും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നു. വ്യാപകമായ രീതിയിലുള്ള കള്ളപ്പണ ഇടപാട് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്നാണ് കസ്റ്റംസിൻ്റെ കണ്ടെത്തൽ. ഇതോടൊപ്പം തന്നെ വ്യാജരേഖ ചമച്ചതിന് അതാത് സംസ്ഥാന പോലീസിനോട് ഇതേക്കുറിച്ച് പരിശോധിക്കാൻ നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്.